ഉന്മേഷ് 90% മണ്ണ് ഇപ്പോൾ നിലവിൽ നീക്കം ചെയ്തിട്ടുണ്ട്. ഇനി വളരെ കുറച്ച് മണ്ണ് മാത്രമാണ് നീക്കം ചെയ്യാനുള്ളത്. ഇന്നിപ്പോൾ കർണാടക മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ റവന്യൂ മന്ത്രിയും ഒക്കെ സ്ഥലം സന്ദർശിച്ചിരുന്നു. ഒപ്പം ആർമിയുടെ സംഘം ഇന്ന് ഉച്ചയ്ക്ക് എത്തിയിട്ടുണ്ട്. ആർമി ഉദ്യോഗസ്ഥരുമായി ഈ മന്ത്രിമാരടങ്ങിയ സംഘം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തി. ഇനി എന്താണ് ഇവിടെ ചെയ്യാനുള്ളത്, ഇനി എന്താ സാധ്യതയാണുള്ളത്? എന്തായാലും ആർമിയുടെയും അതുപോലെ തന്നെ നേവിയുടെയും ഒക്കെ ഒരു ഉപദേശം കേട്ടതിന് ശേഷം പുഴയിലിറങ്ങി തെരച്ചിൽ തുടരാം എന്നൊരു നിഗമനത്തിലാണ് ഇപ്പോൾ ഈ കർണാടക സർക്കാർ ഉള്ളത്. എന്തായാലും ഇനി പുഴയാണ് ആകെയുള്ള ഒരു സാധ്യത. വാഹനങ്ങൾ ആളുകൾ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പുഴയിലായിരിക്കും എന്നൊരു സാധ്യത ഇവർ തള്ളിക്കളയുന്നില്ല. കാരണം ഇപ്പോൾ 90%-ലധികം മണ്ണ് നീക്കം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഈ സമയത്ത് ഇനി വളരെ കുറച്ച് മണ്ണ് മാത്രമാണ് നീക്കം ചെയ്യാനുള്ളത്. അതായത് ഈ ഉരുൾപൊട്ടിയ സ്ഥലത്ത് വളരെ കുറച്ച് മണ്ണ് മാത്രമാണ് നീക്കം ചെയ്യാനുള്ളത്. ഇനി അതുകൊണ്ട് തന്നെ കൃത്യമായി ഇനി അവിടെ ലോറി ഉണ്ടോ എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു. അവിടെ ലോറി ഇല്ല എന്ന് പൂർണ്ണമായും അവർ പറയുന്നുണ്ട്. പക്ഷേ അതിനൊരു കുറച്ചുകൂടി ഒരു വ്യക്തത വേണം, ഒരു ക്ലിയറൻസ് വേണം. അതിന് ഇനിയും കുറച്ചുകൂടി മണ്ണ് അവർ എടുക്കുന്നുണ്ട്. പക്ഷേ ഈ പുഴയിലേക്ക് ഈ ലോറി മറയാനുള്ള സാധ്യതയാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. ഈ ലോറി ഏതെങ്കിലും രീതിയിൽ പുഴയിലേക്ക് തെന്നിമാറി അതിന് മുകളിലേക്ക് മണ്ണ് വീണ് അടിയാനുള്ള ഒരു സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ ഈ തെരച്ചിൽ നടത്തിയ വിദഗ്ധ സംഘമൊക്കെ സൂചിപ്പിച്ചത്. NDRFന്റെയും അതുപോലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെയും ആർമിയുടെയും ഒക്കെ ഉദ്യോഗസ്ഥരുമായി നമ്മൾ സംസാരിച്ചിരുന്നു. ആ സമയത്തൊക്കെ അവർ വിശദീകരിച്ചത് ഈ മണ്ണ് പുഴയിലേക്ക് വീഴാനുള്ള ഈ വാഹനം പുഴയിലേക്ക് വീഴാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അവർ ഉറപ്പിച്ചു പറയുന്നുണ്ട്. ഇപ്പോൾ ഇനി ഇവിടെ കരയിൽ ഒരിടത്തും ഈ വാഹനത്തെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. നേരത്തെ ഇന്നലെ റഡാർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയിൽ സിഗ്നൽ ലഭിച്ചിരുന്നു. 70% ഉറപ്പിച്ചിരുന്നു വാഹനം കരയിൽ തന്നെ ഉണ്ട്, ഈ മണ്ണിനടിയിൽ തന്നെ ഉണ്ട് എന്ന് ഉറപ്പിച്ചിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ പൂർണ്ണമായും പരിശോധന നടത്തി ഈ ഭാഗത്തെ, അതായത് ഈ റഡാർ സിഗ്നൽ കണ്ട ഭാഗത്തെ 70% സ്ഥിരീകരിച്ച ഭാഗത്തെ ആ പരിശോധന ഏകദേശം പൂർത്തിയായ മട്ടാണ്. 90% മണ്ണ് മാറ്റിയെന്നാണ് റവന്യൂ മന്ത്രി ഉൾപ്പെടെയുള്ളവർ അവകാശപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അവിടെ ഇനി വാഹനം കണ്ടെത്താൻ സാധിക്കില്ല, ഭാരത് ബെൻസിന്റെ വാഹനം കണ്ടെത്താൻ സാധിക്കില്ല എന്നാണ് കർണാടക സർക്കാരിന്റെ ഒരു നിഗമനം. അതുകൊണ്ട് തന്നെ ഈ ആർമിയുടെ വിദഗ്ധ ഉപദേശം കേട്ടതിന് ശേഷം മാത്രം ഈ പുഴയിലേക്ക് എങ്ങനെയാണ് ഇറങ്ങി ഇനി തെരച്ചിൽ നടത്തേണ്ടത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ 4-5 ദിവസങ്ങളായി ഈ നേവിയുടെ സ്കൂബ ടീം ഇവിടെ പുഴയിലിറങ്ങി വിവിധ സംഘങ്ങളായി തെരച്ചിൽ ഇരുന്നിരുന്നു. പക്ഷേ ഇതുവരെയും ആ പുഴയിൽ നിന്ന് യാതൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഒരുപക്ഷെ ഈ മണ്ണിന് അടിയിലേക്ക്, അതായത് പുഴയിലുള്ള മണ്ണിനടിയിലേക്ക് വാഹനം പതിക്കാം എന്നൊരു സാധ്യതയാണിപ്പോൾ ഈ തെരച്ചിൽ വിദഗ്ധരൊക്കെ തന്നെ, ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ആളുകളൊക്കെ തന്നെ ഇപ്പോൾ അത്തരത്തിലൊരു സാധ്യതയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ആ സാധ്യതയാണ് ഇനി പരിശോധിക്കാനുള്ളത്. പക്ഷെ ഉന്മേഷ്, പ്രധാനമായ ഒരു കാര്യം, ഈ കർണാടക ഉൾവനത്തിൽ ശക്തമായ മഴയുണ്ട്. ഈ ശിരൂർ മേഖലയിൽ നമ്മൾ നിൽക്കുന്ന ആ പ്രദേശത്ത്, ഈ അപകടം നടന്ന സ്ഥലത്തൊക്കെ മഴ ശക്തമായ നിലയിൽ തന്നെ പെയ്യുകയാണ്. ശക്തമായ കാറ്റുണ്ട്. ഈ പുഴയ്ക്ക് അടിയൊഴുക്ക് വർദ്ധിച്ചിരിക്കുകയാണ്. അത് മാത്രമല്ല, ഗംഗാവലി പുഴയിൽ ജലനിരപ്പ് ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്നലെ ഉണ്ടായ വെള്ളമല്ല ഇന്നിപ്പോ പുഴയിലുള്ളത്. ഇന്ന് അതിനും വലിയ തോതിലാണ് വെള്ളം പ്രവഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വെള്ളത്തിലിറങ്ങി പരിശോധിക്കണം. അങ്ങനെ പരിശോധിച്ചാൽ പോലും ആ വെള്ളത്തിനടിയിൽ, മണ്ണിനടിയിൽ വാഹനമുണ്ടെങ്കിൽ അത് കണ്ടെത്തുക അത്ര എളുപ്പമായിരിക്കില്ല. അത് ദുഷ്കരമായ പ്രവൃത്തിയാണെന്ന് ഈ തെരച്ചിൽ നടത്തുന്ന ആളുകൾ പറയുന്നുണ്ട്. എന്തായാലും അതിനുള്ള ശ്രമമാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ആ ശ്രമം ഇപ്പോൾ ഈ റോഡിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കത് ആ ദൃശ്യങ്ങളിൽ കാണുകയും ചെയ്യാം. ഈ പുഴയിൽ അതിലേറെ മണ്ണ് അടിഞ്ഞു കൂടിയിട്ടുണ്ട് എന്നാണോ അരുൺ? അത് തന്നെയാണ് ഉന്മേഷ്. അതിലേറെ മണ്ണ് അടിഞ്ഞു കൂടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ആ പുഴയിൽ, അതായത് ജലനിരപ്പ് ഉയർന്നിരിക്കുന്നു. പക്ഷേ ആ പുഴയുടെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ആ ദൃശ്യങ്ങൾ നമ്മളെ പ്രേക്ഷകരെ കാണിച്ചതാണ്. ആ പുഴ ഏകദേശം 500 മീറ്ററിലധികം വീതിയുള്ള ഒരു പുഴയാണ്. 500 മീറ്ററിലധികം വീതിയുള്ള പുഴയാണ്. ആ പുഴയിലെ പകുതിയോളം ഭാഗത്തിലേക്ക്
ഈ മണ്ണ് ആ മണ്ണിടിച്ചിലിൽ മണ്ണ് എത്തി, അതായത് നടുഭാഗത്തേക്ക്, ആ പുഴയുടെ നടുക്കു ഭാഗത്തേക്ക് ഈ മണ്ണെത്തി. അങ്ങനെ ഈ പുഴയുടെ ഗതി മാറി ഒഴുകി മറുകരയിലുള്ള 6ഓളം വീടുകൾ അത് നാശനഷ്ടമുണ്ടായി, ഒലിച്ചുപോയി എന്നൊക്കെ സമീപവാസികൾ നമ്മളോട് വ്യക്തമാക്കിയിരുന്നു. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ പുഴയുടെ നടുഭാഗത്തോളം ഫില്ല് ചെയ്യുന്ന രീതിയിൽ ഈ മണ്ണ് അവിടേക്ക് എത്തിയിട്ടുണ്ട്. അതിൽ ഇപ്പോൾ ഈ മഴ ശക്തമായ സമയത്ത് ആ മണ്ണിൽ പകുതിയൊക്കെ ഒലിച്ചുപോയി. പക്ഷെ ഇപ്പോഴും ഈ അടിയൊഴുക്ക് വർദ്ധിച്ചിരിക്കുകയാണ്. ഒപ്പം ആ പുഴയിൽ മണ്ണ് അടിഞ്ഞുകൂടിയിട്ടുണ്ട്. ആ മണ്ണിനടിയിൽ വാഹനമുണ്ടെന്നാണ് ഇനി പരിശോധിക്കേണ്ടത്. ശ്രമകരമായ ദൗത്യമാണ്. ശക്തമായ മഴയുണ്ട്. ശരി അരുൺ, ഏതായാലും ശ്രമകരമായ ദൗത്യം തന്നെയാണ്. നേരത്തെ കർണാടക റവന്യൂ മന്ത്രി ഇക്കാര്യത്തിൽ പ്രതികരണം അറിയിച്ചിരുന്നു. റോഡിലേക്ക് പതിച്ച 90% മണ്ണും നീക്കം ചെയ്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വാഹന ഭാഗങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പുഴയിലേക്ക് വലിയ തോതിൽ മണ്ണ് പതിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ലോറി ഈ പുഴയിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ ഭൈരഗൌഡ അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്കാണ് ഇനി. Despite the danger to our personnel, the operation has gone on non-stop for the last 5 days. So with that operation, whatever was above the surface, we have cleared most of the mud that was accumulated there from the landslide. 98% of the mud is now cleared. It appears there is no truck above the road. It appears. We will subject to confirmation in another 2-3 hours. We are looking at the water side also. We have requested the Navy, NDRF, SDRF to look into the water. Now there are enormous piles of mud in the water, in the river. It is a small mountain under the river. അദ്ദേഹം ആ നദിയിൽ അവിടെ ചെറിയൊരു മലതൻ രൂപപ്പെട്ടിട്ടുണ്ട് എന്നാണ് കർണാടക റവന്യൂ മന്ത്രി പറഞ്ഞത്. തെരച്ചിൽ അവിടേക്ക് നീക്കണമെന്ന് നാവികസേനയോടക്കം അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്നുകൂടി അദ്ദേഹം ഇപ്പോൾ പറയുകയുണ്ടായി.